ഹായ്, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. എല്ലാവരും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കണില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു വിളവെടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഭയങ്കര സന്തോഷമാണ് നമുക്ക് നമ്മളെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണല്ലോ അല്ലേ. അപ്പം എൻ്റെ മോൻ വന്നിരിക്കണം. മോൻ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്നോടേക്ക് ഇതെന്താ പാടാണോ വീടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം കൂടെ കണ്ടപ്പോഴേ മൊത്തത്തിൽ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടേ. അപ്പം ഇങ്ങനെ ചോദിച്ചാണ് മോൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് ഒരു വഴുതനയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഒരെണ്ണം പാകമായത് ഇങ്ങോട്ട് എടുത്തതാണ്. വെണ്ടയ്ക്ക, 2 തക്കാളി, പിന്നെ അതുപോലെ മത്തൻ പൂവ്. നമ്മൾ മുമ്പൊക്കെ നമുക്ക് മത്തൻ പൂവിൻ്റെ ഗുണം അറിയില്ലായിരുന്നു. ഇപ്പോൾ ഡെയിലി ഇങ്ങനെ 2-3 മത്തൻ പൂവൊക്കെ കിട്ടും. ഞാനത് ഉപ്പേരിയിലിടും. ഒന്നും നഷ്ടപ്പെടുത്താറില്ല. കാരണം ഒരുപാട് ഗുണമുള്ള സാധനമാണ് മത്തൻ പൂവ്. ഇതുവരെ അതൊന്നും കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇനി ഒരിക്കലും മത്തൻ പൂവ് ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഒക്കെ എല്ലാവരും കഴിക്കണം. ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് മത്തൻ്റെ പൂവ് കേട്ടോ. അതുപോലെ കണ്ടോ, അതിൻ്റെ പയറാണ് പ്രത്യേകമായിട്ട് കാണിക്കാനുള്ളത്. സന്തോഷതാണ്. ഇതിൻ്റെ കുരുവാണ് ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ ഇളയത് പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. പക്ഷേ ഇതിന് ഏറ്റവും ടേസ്റ്റ് ഇതിൻ്റെ കുരുവാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ പയർ വിളവെടുത്തത്. ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഞാൻ കുറച്ച് ഇന്നത്തേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ മകളെ വീട്ടിലേക്ക് 2 ദിവസം കഴിയുമ്പോൾ പോകണം. മോൻ ഇന്നലെ വന്നതാണ്. അപ്പോൾ ഈ മോളെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്ക് കൊണ്ടു കൊടുക്കണം. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് കുഞ്ഞ് വീഡിയോ ആണ്, വലിയ വീഡിയോ ഒന്നുമല്ല. എന്നാലും നന്നായിട്ട് നിങ്ങളൊക്കെ ഇതൊന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ മുളക് ഉണ്ട്, ഇത് വെള്ള മുളക് കേട്ടോ. ഇതൊരു വെള്ള കാന്താരിയാണ്. എന്താ അത് കണ്ടായി വരും, കണ്ടില്ലേ? ഇതിന് വേറെ സ്ഥലത്ത് നിന്ന് പറിച്ച് വേറെ സ്ഥലത്ത് നട്ട് അവിടുന്ന് പറിച്ച് ഇവിടെ നട്ടതാണ്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആനക്കൊമ്പൻ വെണ്ട കണ്ടോ, അത് ഞാൻ വിത്തിന് വെച്ചേക്കുന്നു. കണ്ടില്ലേ, അത് ആനക്കൊമ്പൻ വെണ്ട ഞാൻ വിത്തിന് വെച്ചേക്കുന്നു കേട്ടോ. പിന്നെ നന്നായിട്ട് മുളകൊക്കെ കണ്ടില്ലേ, പച്ചമുളകൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് നല്ല ഗ്രോത്തായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് 2 ചെടിയിൽ നല്ല സൂപ്പറായിട്ട് അൽഹംദുലില്ലാഹ് ഉണ്ടായിട്ടുണ്ട്. തക്കാളി കൊട്ടപ്പന്മാർ കണ്ടില്ലേ, ഇതാ പഴുത്തുകൊണ്ടിരിക്കുന്നു അതിൽ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണിക്കാനുള്ളത്. പയറിനെ കാണിച്ചു തരാവേ, പയറിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ, ഇത് 4 ഞാൻ വിത്തിന് വെച്ചേക്കാം കേട്ടോ. നിറയെ പയറുകളുണ്ട്. എളുപ്പത്തിലുള്ള പയർ തന്നെയാണ്. ഒക്കെ നിറച്ച് ഉണ്ടായി വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, നിറയെ ഗ്രോത്തായിട്ട് ഉണ്ടായിട്ട്. ഈ ചാഴീൻ്റെ ഇതുണ്ടായിരുന്നു, ഞാനൊരു മരുന്ന് തെളിച്ചതിന് ശേഷം ചാഴിയൊക്കെ പോയി ഉണ്ടല്ലേ. ഒക്കെ നല്ല കുരുവായിട്ടുള്ള തന്നെയാണ്. ഇനി മോളെ വീട്ടിലേക്ക് പോകുമ്പോൾ മോൾക്കും കൊണ്ടു കൊടുക്കണ്ടേ, അവർ കഴിക്കട്ടെ. നമ്മളുണ്ടാക്കിയത് നമ്മളെ മക്കളും കഴിക്കണ്ടേ, നമുക്ക് മാത്രം കഴിച്ചാൽ പോരല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്ന് വെച്ചാൽ നമുക്കൊരുപാട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ അല്ലേ. അവിടെ ഒരു തക്കാളിയുണ്ട്, കുട്ടപ്പന്മാരൊക്കെ പൂവിട്ടിട്ടുണ്ട്, റെഡിയായിട്ട് വരുന്നുണ്ട്. എല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്, എല്ലാം എടുക്കാനായി. നമ്മൾക്ക് ഏറ്റവും കൂടുതലുണ്ട്. അപ്പോൾ അവർ അറിയാൻ നന്നായിട്ട് കയറി പോകുന്നുണ്ട്. ഇതൊക്കെ പടുമുള മുളച്ച ഒക്കെ പാവലാട്ടോ. ഞാനതിനെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വരികയാണ് നന്നായിട്ട്. ഇതൊക്കെ അതൊരു വെള്ളരിയൊക്കെ കണ്ട, ഇതൊക്കെ പടുമുള മുളച്ചതാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞില്ല, ചക്കരക്കിഴങ്ങിൻ്റെ വള്ളിയാണത്. ഇഷ്ടംപോലെ ഉണ്ട് സംഭവങ്ങൾ. പിന്നിപ്പോൾ നമ്മൾ പടവലം അത് പോകുന്നു. പടവലല്ല, എന്താ കോവൽ കേട്ടോ. അത് കായ ഉണ്ടായി തുടങ്ങിയണ്ട, കുഞ്ഞ് കായകൾ ഉണ്ടായി തുടങ്ങി. ഇതങ്ങനെ പടർന്നിടക്കെ കായ ഉണ്ടാകുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് കാണുമ്പോൾ കഴിക്കണമെന്നില്ല, വയറ് നിറയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ നന്നായിട്ട് വയറ് നിറയാണ്. അതുപോലത്തെ പുതിന കേട്ടോ, പുതിന നട്ട് ഒരുപാട് ഗ്രോ ബാഗിലൊക്കെ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് ഉള്ളിത്തണ്ട് കണ്ടില്ലേ, ഉള്ളിത്തണ്ടുണ്ട് ഒക്കെ ചുമലിൽ കൊണ്ടുവച്ചിട്ടൊക്കെ നല്ല നിൽക്കുന്ന നമ്മൾ പുതിനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, എന്ത് സൈറ്റ് പുതിനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഇതുവരെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടായി കിട്ടുന്നില്ല. എൻ്റെ അതാണ് എന്താ പറയുക, ഫാഷൻ ഫ്രൂട്ടാണ്, അങ്ങോട്ട് പിടിച്ച് കിട്ടുന്നില്ല. ശരിയാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ മോർണിംഗിൽ ഒരു പച്ചമുളകിൻ്റെ ഗ്രോത്തിങ്ങും കൂടി കാണിച്ചു തരാവേ. 5 മിനിറ്റ് വീഡിയോ. കുറേ അവിടെ ഇവിടെ ആയ കാരണം നമുക്ക് കുറച്ച് നടക്കണം. അതാണ് കണ്ടാ, പച്ചമുളക് നല്ല ഗ്രോത്തായിട്ട് ഉണ്ടായിട്ട് കണ്ടില്ലേ.
അടിപൊളിയായിട്ട് തന്നെ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തും കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മൾ അധ്വാനത്തിൻ്റെ പ്രതിഫലമൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നിറയെ പച്ചമുളകൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ സന്തോഷകരമായ കൃഷി എന്ന് പറയുന്ന ഈ ഒരു സംഭവം. നമുക്കൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. കണ്ടോ, വഴുതനങ്ങയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിറയെ ഉണ്ടായിട്ട് തക്കാളികളാണ്, ഇതൊക്കെ തക്കാളിയാണ്. തക്കാളിയൊക്കെ നിറയെ തക്കാളി ഉണ്ട്, കണ്ടില്ലേ. ഒരുതരം വയലറ്റ് മുളകാണ്, ഒക്കെ മുളകുകളാണ്. മുളക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ കുറേ പറിച്ചിട്ടോ. ഇതിന് ഈ മുളകിൽ നിന്നൊക്കെ എൻ്റെ ഫ്രണ്ടിന് കുറച്ച് കൊടുത്തു. രണ്ട് ഒക്കെ പച്ച വഴുതനങ്ങയാണ്. പിന്നെ നമ്മുടെ വയലറ്റ് വഴുതനങ്ങ കണ്ട, വയലറ്റ് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാണിക്കാനുള്ള എന്താ വെച്ചാൽ ഇതാ ചീര കണ്ട, നിറയെ മുളച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഇത് ഒരു പച്ച നല്ല നീളം വഴുതനങ്ങ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നല്ല നീളം വഴുതനങ്ങ, നല്ല നീളത്തിൽ വരുന്ന വഴുതനങ്ങയാണത്. മറ്റൊക്കെ അധികം നീളമില്ലാണ്ട് അത് നല്ല നീളം വഴുതനങ്ങയാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിത സന്തോഷങ്ങളെന്ന് പറയുന്നത്. എത്ര ദുഃഖമുള്ളവരാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് എല്ലാവിധ ദുഃഖങ്ങളും മറന്ന് സന്തോഷം. ഇതൊക്കെ ഉണ്ട്, കുട്ടി തക്കാളികൾ ഉണ്ടാവുന്നുണ്ട്, നിറയെ ഉണ്ടാവുന്നുണ്ട്. അൽഹംദുലില്ലാ, അടിച്ചുവനെ സ്തുതിക്കാം. നമുക്ക് അധ്വാനത്തിന് പ്രതിഫലം തരുന്നവൻ അടിച്ചൊമ്പരാനല്ലേ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു തക്കാളികൾ, ഇവിടെയൊക്കെ തക്കാളി തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.